ഗൈസ് എന്താണെങ്കിലും 3-4 ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മനസ്സും ശരീരവും അനുകൂലമാകാത്ത സാഹചര്യത്തിലാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. എന്താണെങ്കിലും വിഷയത്തിലേക്ക് വരാം. അണ്ടർ-23 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സ് അതിൻ്റെ ഒരു ഡ്രോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിൽ ഉൾപ്പെടുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഖത്തർ, ബഹ്റൈൻ, ബ്രൂണൈ എന്നീ ടീമുകളാണ്. എങ്ങനെയുണ്ട് ഈ ഗ്രൂപ്പ് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കടുകട്ടി ഗ്രൂപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്, മെയിൻ ടൂർണമെൻറ്റ്. അപ്പം സൗദി ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. 16 ടീമുകൾക്കാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കാൻ സാധിക്കുക. അപ്പോൾ ഇനി 15 ടീമുകൾക്കാണ് ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കേണ്ടത്. 11 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ 11 ഗ്രൂപ്പുകളിൽ നിന്ന് 11 ഗ്രൂപ്പ് ചാമ്പ്യൻസും 4 റണ്ണേഴ്സപ്പ് എത്തുന്ന ടീംസിനുമാണ് ഈ പറഞ്ഞ ഒരു യോഗ്യത കിട്ടുന്നത് AFC അണ്ടർ-23 ഏഷ്യൻ കപ്പിലേക്ക്. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് കിട്ടിയിരുന്നത് UAE, ചൈന, മാൽദീവ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ചും കൂടി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കിട്ടിയെന്ന് പറയാം. 2 മത്സരങ്ങളും തോറ്റാണ് ഇന്ത്യ പുറത്തായത് എന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മാൽദീവ്സ് ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടി ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് ഓരോ ടീമിനെയും പറ്റി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഖത്തർ അണ്ടർ-23 ടീമിലേക്ക് വരുന്ന സമയത്ത് അവർ റെഗുലറായിട്ട് ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്ന ഒരു ടീമാണ്. 2013 മാത്രമോ മറ്റോ ആണ് കളിക്കാത്തത്. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ വർഷങ്ങളിലും കളിച്ചു വരുന്ന ടീമാണ്. 2 വട്ടം സെമി ഫൈനൽസ് കളിച്ചിട്ടുള്ളൊരു ടീമാണ്. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ കളിച്ചിരുന്നു. ചാമ്പ്യൻസ് ആയിട്ടുള്ള ജപ്പാനെതിരെയാണ് ക്വാർട്ടർ ഫൈനലിൽ അവർ തോറ്റ് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ കാര്യം ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇന്ത്യ ഇതേവരെ ഈ പറഞ്ഞ അണ്ടർ-23 ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടാത്തൊരു ടീമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. ഇനി ബഹ്റൈനിലേക്ക് വരാം. ബഹ്റൈൻ 2020 നടന്നിട്ടുള്ള ടൂർണമെൻറ്റിലാണ് യോഗ്യത നേടിയിട്ടുള്ളത്, ആകപ്പാട് യോഗ്യത നേടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാലും അവർക്ക് യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യക്കാരുടെ ഒരു ബെറ്റർ ക്യാമ്പയിൻ ആയിരുന്നു ക്വാളിഫയറിലേക്ക് ഉണ്ടായിരുന്നത്. 4 പോയിന്റോ മറ്റോ നേടിയെടുക്കാൻ സാധിച്ചു. അതിൽ ജപ്പാനെതിരെ ഡ്രോ നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അണ്ടർ-23 ചാമ്പ്യൻസ് ആയിട്ടുള്ള ജപ്പാനാണ്, അവർക്കെതിരെയാണ് ക്വാളിഫയറിൽ ബഹ്റൈൻ ഡ്രോ നേടിയെടുത്തത്. പിന്നെ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാച്ച് ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന ബാച്ച്. നമ്മുടെ തന്നെ നോക്കിക്കഴിഞ്ഞാലും അന്ന് കളിച്ചിട്ടുള്ള ടീം ആയിരിക്കത്തില്ല ഈ ഒരു ബാച്ചിലേക്ക് വരുന്നത്. ചില പ്ലെയേഴ്സൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ബ്രൂണയെ പറ്റി പറയുമ്പോൾ ബ്രൂണെ ഒരിക്കൽ പോലും ഈ പറഞ്ഞ അണ്ടർ-23 യോഗ്യത നേടാത്തൊരു ടീമാണ്. ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ആ ഭാഗ്യമുണ്ട്. കാരണം ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ അല്ല പാകിസ്ഥാനോ നേപ്പാളോ ഒക്കെ ആയിരുന്നു ഇതിനേക്കാൾ ടഫായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ബ്രൂണെ ഈസിലി തോൽപ്പിക്കാൻ പറ്റും. ബ്രൂണെ മറ്റ് പല ടീമുകളും എപ്പോഴും ചെണ്ടയാകുന്ന ടീമാണ് ഏത് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം എങ്ങനെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാലാണ് ഇന്ത്യക്ക് ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഖത്തറിനെതിരെ ഒരു ഡ്രോ നേടിയെടുക്കണം, ഇൻ കേസ് തോൽക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ മാർജിനിൽ തോൽക്കണം. പിന്നെ ബഹ്റൈനെതിരെ ഓഫ് കോഴ്സ് വിജയിക്കണം, ആൻഡ് ബ്രൂണയ്ക്കെതിരെ ഒരു വലിയ മാർജിൻ വിജയിക്കണം. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ സാധ്യമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ നമ്മൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലീസൊക്കെ അധികം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ജൂണിൽ നമ്മൾ ഫ്രണ്ട്ലീസ് 2 കളിക്കുന്നുണ്ട്, തജിക്കിസ്ഥാനെതിരെയും കിർഗിസ്ഥാനെതിരെയും. അത് നല്ല മത്സരങ്ങളായിരിക്കും. പിന്നെ സെപ്റ്റംബറിലാണ് പ്രധാന ക്വാളിഫയർ മത്സരങ്ങൾ വരാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പും ചിലപ്പോൾ മത്സരങ്ങൾ കിട്ടി ഒരു കളിക്കാനായിട്ട് സാധിക്കും. അപ്പോഴത്തേക്കും അപ്പം മറ്റ് ടീമുകൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിനിലേക്കാണ് പോകുന്നത്. അപ്പം താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ക്യാമ്പയിനാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബെറ്ററായിട്ടുള്ള റിസൾട്ട്സ് നേടട്ടെ, ക്വാളിഫിക്കേഷൻ നേടട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യ ഈ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ ഇതേവരെ യോഗ്യത നേടിയിട്ടില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒളിമ്പിക് സ്പോർട്ട് പോലുമൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് ഈ പറഞ്ഞ അണ്ടർ-23 ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏത് ടീമാണ് ഈ പറഞ്ഞ ടീമുകളുടെ റീസെൻ്റ്ലി ഉള്ള മാച്ചസോ ഏത് ടൈപ്പിലുള്ള പ്ലേയേഴ്സ് ആണോ എന്ന് പറയുന്നതൊക്കെ ടൂർണമെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. പ്രീവിയസ് ഒരു ടൂർണമെൻറ്റ്സിലെ പെർഫോമൻസും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. കാണിക്കാൻ സനി.